എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികരാണ്. മുൻ മുഖ്യമന്ത്രി PS അച്യുതാനന്ദൻ ആശുപത്രിയിൽ ഗുരുതരമായി തുടരുന്നുണ്ടെന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. എൻ്റെ വാർത്തയും ഇപ്പോൾ ഗുരുതരമായി ആശുപത്രിയിൽ തിരുവനന്തപുരം പട്ടം ആശുപത്രിയിലാണ് പ്രവേശിച്ചിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പ്രവേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മരുന്നുകളുടെ ഇപ്പോൾ പ്രതികരിക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ ആൻറ്റിബയോട്ടിക് മരുന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ എല്ലാവരും ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കണമെന്ന് പറയാം. അതുപോലെ PS അച്യുതാനന്ദൻ്റെ ബന്ധുക്കളും ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിൽ നല്ലൊരു നേതാവാണ് PS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരെല്ലാം എത്തുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ MA ബേബിയാണ് ഇന്നലെ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇത്തിരി മരുന്നുകളുടെ നിന്നും പ്രവർത്തിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് മരുന്നുകളാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. PS അച്യുതാനന്ദൻ്റെ മോൻ അരുൺകുമാറും ആശുപത്രിയോട് MA ബേബിയോട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പോയതെന്ന് പറയുന്നു. അതിനുശേഷം ഇന്ന് BJPയിലുള്ള നേതാക്കന്മാരെത്തും. പ്രതിപക്ഷ നേതാവ് PD സതീശൻ എത്തിയിട്ടുണ്ടെന്ന് പറയാം. 2 ദിവസത്തിന് മുമ്പേ ഇങ്ങനെ നില ഗുരുതരമായിട്ടാണ് ഇപ്പോഴും തുടരുന്നത്. മരുന്നുകളുടെ പ്രതികരിക്കണേക്കും ഗുരുതരമാറ്റിന് വെന്റിലേറ്ററിലാണ് ICUയിലാണ് പ്രവേശിച്ചിരിക്കുന്നതെന്ന് PS അച്യുതാനന്ദൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 ഡോക്ടർമാരും മികച്ച ഡോക്ടർമാരാണ് PS അച്യുതാനന്ദൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം പട്ടം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാം. ആരോഗ്യമന്ത്രിയാണ് ഈ ഡോക്ടർമാരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വിട്ടിട്ടുണ്ടെന്ന് പറയാം. ഓരോ ദിവസമുള്ള ബുള്ളറ്റിനാണ് 4 മണിക്ക് പുറത്തേക്ക് ഇറക്കുന്നതെന്ന് BSൻ്റെ അസുഖത്തിൻ്റെ ബുള്ളറ്റിൻ ഇറക്കുമെന്നതിന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. ഇപ്പോഴും ഗുരുതരമായ നിലയിൽ തന്നെ BS തുടരണമെന്നതിന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നേതാക്കളെല്ലാം ആശുപത്രി പുറത്തേക്കുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഓരോ നേതാക്കന്മാരും എത്തുന്നുണ്ട്. അരുൺകുമാറിൻ്റെ കൂടി സംസാരിക്കുന്നു, BSൻ്റെ മോനോട് സംസാരിക്കുന്നു. അതിനുശേഷം പോകുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇപ്പോഴും നില ഗുരുതരമാറ്റി തന്നെ തുടരുന്നുണ്ട്. അതീവ ഗുരുതരമാറ്റി തന്നെ ഇപ്പോൾ തുടരണമെന്ന് നമുക്ക് പറയാം. വെന്റിലേറ്ററിൻ്റെ ഇതിലാണ് പ്രവേശിച്ചിരിക്കുന്നത്, ICUയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചില മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്ന് പറയാം. ചില മരുന്നുകൾ മാത്രം പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ ശ്വാസം ക്ലിയറായി കിട്ടുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത്രയും മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോഴും തിരുവനന്തപുരം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആശുപത്രിയിൽ വന്നത്. അതിനുശേഷം ഇപ്പോഴും ഗുരുതരമായുള്ള ചികിത്സ മുഖ്യമന്ത്രിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു പാവങ്ങളെ മന്ത്രി എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അത് പാവങ്ങളോട് എന്ത് കാര്യം നടക്കും. BSൻ്റെ 2 അക്ഷരം കൊണ്ടുള്ള പേരാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സംസാരത്തിൽ തന്നെ ആരെയും പിടിച്ചിരുത്തുന്ന BS ആണ്. ഇന്ന് ആശുപത്രിയിലേക്ക് ചികിത്സയിൽ കഴിയുന്ന 102 വയസ്സാണ് BSനെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഏത് സംസ്ഥാനത്ത് എവിടെ പോയാലും പ്രസംഗം കേൾക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ ആണ്. BSൻ്റെ പ്രസംഗം കേൾക്കാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.